ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഞാനൊരു ടീച്ചറാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയില്ലാത്തതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾ തുടർന്ന് +2 കഴിഞ്ഞ് എങ്ങനെയൊക്കെ ആകണം, ഏതൊക്കെ എക്സാം എഴുതിയാൽ, എൻട്രൻസ് എക്സാം എഴുതി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ള ഒരു നല്ലൊരു അറിവാണ് ഇന്നത്തെ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് സാറ് തന്നത്. അപ്പോൾ ഇതുപോലെ 1-2 ക്ലാസ്സുകൾ സാറിൻ്റെ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ ചെന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവർ ഈ 11th 12th പഠിക്കുന്ന സമയത്ത് ഇവർക്ക് പോകാൻ പറ്റുന്ന കുറച്ച് ക്യാമ്പസുകളെ നമ്മൾ പെട്ടെന്നൊന്ന് പരിചയപ്പെടാൻ പോവാണ്. ഓക്കെ, ഈ ക്യാമ്പസുകളുടെ നെയിമൊക്കെ മക്കൾക്കറിയാം, കാര്യം ഇതൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും പേരൻസും കൂടി ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അത് എഴുതി വെക്കുന്നത് പേരൻസ് ഒന്ന് കാണുക. ഓക്കെ, ഇന്ന് എഴുതി വെച്ചിട്ട് ഇതൊക്കെ റോക്കറ്റ് ഉണ്ടാക്കി പറപ്പിക്കാനുള്ളതല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, പിന്നെ സാർ ഞാൻ യൂട്യൂബൊക്കെ ഫോളോ ചെയ്യുന്നു. എനിക്ക് ഇഷ്ടം സാർ, ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ മോളെ അഡ്മിഷൻ എടുത്തത്. ഇവിടെ മാഡത്തിനോട് തന്നെ പറഞ്ഞല്ലോ. അത്ഭുതമായ രസകരമായ എല്ലാവർക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അവതരണ സെഷനിലൂടെ കഴിയും. അതിൽ ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ച സാമാജിക നന്ദി പറയുന്നു. സത്യം പറഞ്ഞാൽ ഞാനും കൂടെ പഠിക്കുമായിരുന്നു. ആക്ച്വലി ഞാനും കൂടെ ഒരു സ്റ്റുഡൻ്റായിട്ട് പഠിക്കുമായിരുന്നു. ഇതിനകത്ത് IIT-കൾ എത്ര എണ്ണമുണ്ട്, NIT-കൾ എത്ര എണ്ണമുണ്ട്, NIT-യിൽ എങ്ങനെയാണ് ഒരാൾ സ്റ്റുഡൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ നീറ്റ് എക്സാമിനകത്ത് ഏതൊക്കെ സ്ട്രീമാണ് വരുന്നത് എന്ന് ഏറെക്കുറെ കുറേ കാര്യങ്ങൾ എനിക്കും മനസ്സിലാക്കാൻ പറ്റി. കുറേ കൂടെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെ പ്രയോജനപ്രദമായിരുന്നു.